നമസ്തേ. ഇത് ICSE ക്ലാസ് 10 അവരുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ആ പേപ്പറിലെ ജാവയുടെ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് സെക്ഷൻ ബി ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, 60 മാർക്കിന്റെ പോർഷൻ. അപ്പോൾ ഇത് ഏത് 4 ക്വസ്റ്റ്യനും ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം ദി സെക്ഷൻ ആണ്. നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോ 4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 15 4 60, 15 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. The answer in this section should consist of the programs either in BlueJ environment or any program environment with Java as the base. അതാണ് അതിന്റെ ബേസ്. എവിടെ ആ പ്രോഗ്രാം ഓടുന്നത്, റണ്ണാകുന്നത് എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതവിടെ റണ്ണാവും, നമുക്കത് റണ്ണായിട്ട് കാണിക്കാൻ പറ്റും. Each program should be written using variable description mnemonic codes so that അപ്പൊ ഇവിടെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ആ വേരിയബിൾ ഡിസ്ക്രിപ്ഷൻ ന്യൂമോണിക് കോഡ്സ് എന്നുവെച്ചാൽ പകരം വാക്കുകൾ, അത് നമുക്ക് പേര് കൊടുക്കാമല്ലോ അല്ലെ, വേരിയബിൾ നെയിം നമുക്ക് കൊടുക്കാമല്ലോ. അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർലി ഡെപിക്ട് ചെയ്താൽ ആ ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ ABCD എന്നോ XYZ എന്നോ കൊടുക്കുന്നതിന് പകരം അതെന്തിനാണോ ഉദ്ദേശിച്ചിരുന്നത് ആ മീനിങ് വരുന്ന വാക്കുകൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അതാണ് അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഫ്ലോ ചാർട്ട് അൽഗോരിതം ഒന്നും ഇവിടെ വേണ്ട. നമ്മൾ പലപ്പോഴും പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഈ ഫ്ലോ ചാർട്ട് അൽഗോരിതത്തിന്റെ സഹായത്തോടു കൂടിയാണ് പഠിക്കുന്നത്. അങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷെ അതൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ആ പ്രോഗ്രാം മാത്രം മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ മൂന്നിലേക്ക് കടക്കും. ഓക്കെ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. ഡിഫൈൻ എ ക്ലാസ് നെയിംഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഇവിടെ ആ ക്ലാസ്സിന് A-എന്നോ B-എന്നോ ABC എന്നോ അല്ല പേര് കൊടുത്തിരിക്കുന്നത്, ക്ലൗഡ് സ്റ്റോറേജ് എന്നാണ്. എന്ന് മാത്രമല്ല, ഒരു ക്യാമൽ കേസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് 2 വാക്ക് ചേരുക, ആ ചേർന്ന വാക്കിന്റെ അവിടെയും ക്യാപിറ്റൽ കൊടുക്കും. ക്ലൗഡ് സ്റ്റോറേജ് 2 വാക്ക്. അപ്പൊ അത് സ്പേസ് ഇട്ടില്ലെങ്കിൽ നമുക്കത് രണ്ടായിട്ട് വായിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അവർ ചേർക്കുമ്പോൾ എസിന് ക്യാപിറ്റൽ. ഞാനിത് ഇച്ചിരി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇതൊരു മീനിങ് ഫുൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ പേര് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. അവിടെ CS എന്ന് കൊടുക്കാം, ക്ലൗഡ് എന്ന് മാത്രം കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, പക്ഷെ അത് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി അവർ അങ്ങനെ ചെയ്തു. അപ്പോൾ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായി. ഡേറ്റ മെമ്പർ അല്ലെങ്കിൽ മെമ്പർ വേരിയബിൾസ് എന്ന് പറയുന്നത് അക്കൗണ്ട് നമ്പർ, സ്പേസ്, ബില്ല്. അപ്പോൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പറിൽ യൂസറിന്റെ അക്കൗണ്ട് നമ്പർ വരും, സ്പേസിൽ നമ്മൾ എത്ര GB പർച്ചേസ് ചെയ്തതെന്ന് വരും, അതിന്റെ പ്രൈസ്, അതാണ് ബില്ല് എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ACNOയിൽ അതൊരു ഇൻഡിജർ ആണ്, അക്കൗണ്ട് നമ്പർ സ്റ്റോർ ചെയ്യും. സ്പേസും അതൊരു ഇൻഡിജർ ഡേറ്റ ടൈപ്പ് ആണ്. അവിടെ സ്റ്റോറേജ് സ്പേസ് ഇൻ GB, എത്ര GB പർച്ചേസ് ചെയ്ത്. ഇതിനു മുമ്പ് വേണമെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി ലൈനിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വെബ് ഹോസ്റ്റിങ്ങിനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. E-commerce സൈറ്റുകൾ, നമ്മൾ കാണുന്ന ഈ എല്ലാ ഇന്റർനെറ്റ് കാര്യങ്ങളും ഏതെങ്കിലും ഒരു സെർവറിൽ നിന്നാണ് വരുന്നത്. ആ സെർവർ നമ്മൾ ഹയർ ചെയ്യുകയോ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയോ വേണം. ആ സെർവറിൽ ആ ഡോക്യുമെന്റുകൾ കിടന്നെങ്കിൽ ആ URLന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നമ്മളുടെ സെർവർ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ ലോജിക്ക്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ആയിട്ട് സെർവർ സെറ്റപ്പ് ചെയ്യുന്നതിന് പകരം ആമസോണ്, ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, IBM അങ്ങനെ കുറെ ഉണ്ട്. ഈവൻ ഇവിടെ റിലയൻസ്
അതിന് പോലും ക്ലൗഡ് സർവീസ് ഉണ്ട്. ഇന്ന് നമ്മളിപ്പോൾ വൈസാഗിലോ ഗൂഗിളിൻ്റെ ഒക്കെ കേൾക്കുന്നുണ്ട്, ബാംഗ്ലൂരോ. അപ്പോൾ ആ ക്ലൗഡ് സ്റ്റോറേജ്, അവിടെ ക്ലൗഡിലാണ് നമ്മളുടെ കണ്ടന്റ് അവിടെ അങ്ങനെ ക്ലൗഡിൽ എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. എന്ന് വെച്ചാൽ ഇത്രയും ഒരു നീണ്ട എക്സ്പ്ലനേഷൻ ഇതിന് പറയണമെന്ന് എനിക്കറിയില്ല, എങ്കിലും പറഞ്ഞേക്കാം. അവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ക്ലൗഡ് എടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഒരു ബോർഡിൻ്റെ റിസൾട്ട് ആ വരുന്ന ദിവസം, ആ വരുന്ന ടൈമിന് ഭയങ്കര ഒഴിവായിരിക്കും. ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ അത് നോക്കി നിന്നിരിക്കും. പിന്നെ സമയത്ത് അധികം ആൾക്കാരൊന്നും ആ സൈറ്റിലേക്ക് പോകുന്നില്ലായിരിക്കും. അപ്പൊ ചില സമയത്ത് വളരെ കൂടുതൽ ഹാൻഡിൽ ചെയ്യണം, ചില സമയത്ത് വളരെ കുറച്ച് ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പൊ വേണ്ട റിസോഴ്സുകൾ, അതായത് ബാൻഡ് വിഡ്ത്ത്, സെർവർ സ്പേസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പല അളവിലാണ് നമുക്ക് വേണം. വളരെ ആൾക്കാർ കൂടുമ്പോൾ നമുക്കൊക്കെ വളരെ ബാൻഡ് വിഡ്ത്ത് കൂടുതൽ വേണം, അല്ലാത്ത സമയത്ത് കുറവ് മതി. അപ്പൊ നമ്മൾ വലിയൊരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ ക്ലൗഡിലാകുമ്പോൾ ആവശ്യാനുസരണം അത് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ സാധനങ്ങളൊക്കെ ചിലപ്പോൾ വീട്ടിലെ ഫംഗ്ഷന് വാടകയ്ക്ക് എടുക്കുന്ന പോലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പാത്രം എല്ലാം മേടിച്ചു വെക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന പല പാത്രങ്ങൾ ഉണ്ടാവുകയാണ്. അത് എക്സ്പെൻസീവ് ആണല്ലോ, അതിനെ മേടിച്ചു വെക്കാം. ചുമ്മാ ഇരിക്കുകയും ചെയ്യും, അത് വേസ്റ്റാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടിയാണ് ഈ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് ഉദ്ദേശിച്ചത്. നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി കിട്ടും. അപ്പൊ അത് മാനേജ് ചെയ്തോളും, എത്ര വലിയ വോളിയം വന്നാലും അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ കിട്ടുന്നു. അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ മെമ്പർ മെത്തേഡ്സ്, അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെമ്പർ മെത്തേഡ് ഉണ്ട്. കാൽക്കുലേറ്റ്, അതവിടെ എന്താ ചെയ്യുന്നത്? പ്രോംപ്റ്റ് ടു ദ യൂസർ ടു ഇൻപുട്ട് ദെയർ അക്കൗണ്ട് നമ്പർ ആൻഡ് സ്റ്റോറേജ് സ്പേസ് യൂസിങ് സ്കാനർ ക്ലാസ് മെത്തേഡ്സ് ഉള്ളി. ആ സ്കാനർ ക്ലാസ് മെത്തേഡ് എന്ന് ഉദ്ദേശിച്ചത് ഇൻപുട്ടിന് വേണ്ടിയിട്ട്. അവിടെ അക്കൗണ്ട് നമ്പർ എടുക്കും, സ്റ്റോറേജ് സ്പേസ് എടുക്കും. കാൽക്കുലേറ്റ് അകത്ത് അവിടെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ഇതാണ്. ആദ്യത്തെ 15 GB ആണ്, 15 രൂപ കൊടുത്താൽ മതി പെർ GB. അടുത്തതിന് കുറഞ്ഞ്, അതായത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം, അല്ലെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണ്ട, 13 അപ്പൊ നമ്മൾ 30 മേലെയാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് 11 കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആദ്യത്തെ 15-ന് 15 രൂപ തന്നെ കൊടുക്കണം, പിന്നത്തെ 15-ന് 13 രൂപ കൊടുത്താൽ മതി. നമ്മളൊരു വലിയ വോളിയം യൂസർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമുക്കൊരു ഡിസ്കൗണ്ട് പോലെ 30 GB മേലെ മുകളിലേക്ക് പോയാൽ 15 GB കൊടുത്താൽ മതി. വോയിഡ് ഡിസ്പ്ലേ, അപ്പോൾ അക്കൗണ്ട് നമ്പറും സ്റ്റോറേജ് സ്പേസും അവിടെ കാണിക്കും. അപ്പോൾ റൈറ്റ് എ മെയിൻ മെത്തേഡ് ടു ക്രിയേറ്റ് ആൻ ഓബ്ജക്ട് ഓഫ് ദ ക്ലാസ് ആൻഡ് ഇൻവോക്ക് ദ മെത്തേഡ്, അങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ അവസാനം പറഞ്ഞ ലൈനാണ് ഇവിടെ ഓൾമോസ്റ്റ് അവസാനം പറഞ്ഞിരിക്കുന്ന പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്യുമെന്റ്സിൽ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒബിജെ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ്, ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് വെച്ച് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ് ആ കൺസ്ട്രക്ട് ഇൻവോക്കായി, ആ ഒബിജെ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുകയുള്ളൂ, അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അത് ഓബ്ജക്റ്റ് ആയി കഴിയുമ്പോൾ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആയി. എന്നിട്ട് അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് വിളിക്കും, കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് വിളിക്കും, ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ക്ലാസ് വിളിക്കും. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ആ പ്രോഗ്രാം തുടങ്ങുന്നത്. അവിടുന്ന് നമ്മുടെ ക്വസ്റ്റ്യന്റെ അവസാനമാണ്
അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ OBJ ക്രിയേറ്റ് ചെയ്തപ്പോൾ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡിലേക്ക് പോയി. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡിൽ സ്കാനർ ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് സ്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അവിടെ അക്കൗണ്ട് നമ്പർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, സിസ്റ്റം ഔട്ട് പ്രിന്റ് അക്കൗണ്ട് നമ്പർ. അവിടെ പാർസ് ഇൻഡിജർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് ആ ഇൻഡിജർ ഡോട്ട് പാർസ് ഇൻഡ് AC നമ്പറിൽ സ്റ്റോർ ആക്കും. ആ ഇൻഡിജർ പാർസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രിങ് ആയിട്ട് കിട്ടിയതിനെ ഇൻഡിജർ ആയിട്ട് പാർസ് ചെയ്ത് AC നമ്പറിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇൻഡിജർ അത് ഇൻഡിജർ ഡേറ്റ ടൈപ്പ്. പിന്നെ സ്പേസ് ചോദിക്കുന്നുണ്ട്, അതും ആ സ്പേസും പാസ് ചെയ്തു. എന്നിട്ട് നമുക്ക് നോക്കാം, അക്സെപ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പ്രോഗ്രാം ചെയ്യുന്നത് കാൽക്കുലേറ്റ് വിളിക്കുക എന്നുള്ള. കാൽക്കുലേറ്റ് വിളിക്കുമ്പോൾ ആ സ്പേസ് 15 കുറവാണെങ്കിൽ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 30 കുറവാണെങ്കിൽ ആദ്യത്തെ 15ന്റെ 225 എടുത്തു. ബാക്കി 15നും 30നും ഇടയ്ക്ക് എത്ര സ്പേസ് ഉണ്ടോ അതിനെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ 15നും 30നും ഇടയ്ക്കെന്നുള്ളതാണ് സ്പേസ് -15 എന്ന് പറയുന്നത്, അല്ലേ? അതായത് ചിലപ്പോൾ 23 ഉപയോഗിച്ചിട്ടുണ്ടാവും. 30-ൽ താഴെയല്ലേ, അത് ചിലപ്പോൾ 26 ആയിരിക്കും, 27 ആയിരിക്കും, അല്ലെ 23 ആയിരിക്കും, 17 ആയിരിക്കും. അതാണ് ആ സംഭവം. അത് രണ്ടും അല്ലെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ 15ന് 225ഉം രണ്ടാമത്തെ 15 നമ്മൾ 13 രൂപ വെച്ചാൽ കൂട്ടും. അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ 420 വരും. എന്നിട്ട് 30ന് മേലെ എത്രയാണോ ഉപയോഗിച്ചത് അത് കഴിഞ്ഞുള്ളതിനെ 11 കൊണ്ട് ഗുണിക്കും. ഈ കാൽക്കുലേഷൻ നമ്മൾ ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ ഉള്ള പ്രോഗ്രാം ഒരു ടൈപ്പ്, അതായത് ഇലക്ട്രിസിറ്റി ബില്ലായിട്ട്, ഡിസ്കൗണ്ട് ആയിട്ട്, ചില കച്ചവടങ്ങളുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കുക. ഇത് സ്ഥിരമായി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതില് മറ്റെന്തെങ്കിലും എന്നിട്ട് ഡിസ്പ്ലേ വിളിച്ചിട്ട് അക്കൗണ്ട് നമ്പറും സ്പേസും ബിൽ എമൗണ്ടും കാണിക്കും. അപ്പോൾ അക്കൗണ്ട് നമ്പറും സ്പേസും ചോദിച്ചാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിക്കാം. അതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. 15 മാർക്കാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 4. ഇത് 4x4 മെട്രിക്സ് ആണ്, അല്ലെ? നമ്മളത് ഈ അക്സെപ്റ്റ് വാല്യൂസ് 4x4 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒരു ഇൻഡിജർ അറേ ആണ്. 4x4 മെട്രിക്സ് ആണ്. ഏതാണ്ട് 16 എലമെന്റ്സ് ഉണ്ടാവും അതിനകത്ത്. Calculate and print the NORM of the array. NORM is the square root of sum of squares of all elements. NORM എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സ്ക്വയറിന്റെ സമ്മിന്റെ സ്ക്വയർ റൂട്ട്, അല്ലേ? അതായത് ഒന്നും സം ഓഫ് സ്ക്വയേഴ്സ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സ്ക്വയർ 1 തന്നെ, രണ്ടിന്റെ സ്ക്വയർ 4, ഒന്നിന്റെ 1, മൂന്നിന്റെ 9. ഇത് ഞാൻ വായിക്കുകയും നിങ്ങൾക്ക് താഴെ നോക്കുകയും ചെയ്യാം. 5ന്റെ 25, രണ്ടിന്റെ 4, ഒന്നിന്റെ 1 തന്നെ, 6ന്റെ 36. അങ്ങനെ ഓരോന്നിന്റെ അടുത്ത് സ്ക്വയർ കണ്ടു. അത് കൂട്ടിക്കഴിയുമ്പോൾ 201 കിട്ടും. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 14.170. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കാം. നമ്മൾ ഇവിടെ ഇത് കൂട്ടുകയോ അതിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ ശ്രമിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇവിടെ പ്രോഗ്രാം മാത്രമേ നമ്മൾ ചെയ്യാവൂ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ പ്രോഗ്രാം ചെയ്തോളും. നമ്മൾ ഇതൊക്കെ ചെയ്തെന്ന് വിചാരിച്ച് 1 മാർക്ക് പോലും വീഴില്ല. നമ്മളെ ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഇത് പറയുന്നുള്ളേ ഉള്ളൂ. പ്രോഗ്രാമിലാണ് നമ്മൾ 100% കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ടൈം വളരെ പരിമിതമായിരിക്കും. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ആവശ്യമില്ലാത്ത എന്തെങ്കിലും എഴുതിപ്പോയി കഴിഞ്ഞാൽ ആവശ്യമുള്ളത് എഴുതാൻ സമയം കിട്ടാതെ വരും. അപ്പൊ ഈ കാൽക്കുലേഷനോ സ്ക്വയർ റൂട്ടോ കൂട്ടിയത് എങ്ങനെയാണെന്നോ ഒന്നും നമ്മൾ നോക്കരുത്. അത് ആ പറഞ്ഞിരിക്കുന്ന അതുപോലെ മനസ്സിലാക്കുക. നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ പ്രോഗ്രാമിലേക്ക് വേണം.
പ്രോഗ്രാം നോക്കുക. ഇവിടെ ആ സ്കാനർ ക്ലാസ് വെച്ച് ഇൻപുട്ട് എടുത്തു. എന്നിട്ട് അതൊരു 4x4 ഇൻഡിജർ അറേ ഡിക്ലെയർ ചെയ്തു. സം ഇനിഷ്യലൈസ് ചെയ്തു 0 വെച്ചിട്ട്. എൻ്റർ അറേ എലമെന്റ്സ്, അത് ഒരു നെക്സ്റ്റഡ് ഫോർ ലൂപ്പ് ആണ്. നമ്മൾ എപ്പോഴും മെട്രിക്സ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും ഡിസ്പ്ലേ ചെയ്യുമ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഒരു നെക്സ്റ്റഡ് ഫോർ ലൂപ്പാണ് ഉപയോഗിക്കും. അപ്പൊ ഒന്ന് കോളം റീഡ് ചെയ്യും, ഒന്ന് റോ റീഡ് ചെയ്യും. പുറത്തത് റോയാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ അകത്തത് കോളം ആയിരിക്കും റീഡ് ചെയ്യും. അങ്ങനെ റീഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന നോക്കിക്ക് എ ഓഫ് ഐ ജെ ഇൻറ്റു എ ഓഫ് ഐ ജെ, അത് സ്ക്വയറിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു. അതെല്ലാം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയറാണ് കാണുന്നത് അവിടെ, സമ്മിൽ കൂട്ടി. അത് കഴിഞ്ഞ് നമ്മളത് പ്രിന്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടിട്ട് NORM എന്ന് പറയുമ്പോൾ അവരെന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? NORM എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഈ പ്രോഗ്രാം ഇത് വളരെ ചെറിയ പ്രോഗ്രാമാണ്, വേഗം മനസ്സിലാവും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകും. ഡിഫൈൻ എ ക്ലാസ്, ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഡിഫൈൻ എ ക്ലാസ്. ഈ 5 ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ പറഞ്ഞല്ലേ, ഇതുകൂടെ പറയാം. 6, 7, 8 അത് 3 വേറെ പറയാം. ഡിഫൈൻ എ ക്ലാസ് ടു ആക്സെപ്റ്റ് എ സ്ട്രിംഗ്. അപ്പോ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ട്രിംഗ് ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. പ്രിന്റ് ഇഫ് ഇറ്റ് ഈസ് എ സൂപ്പർ സ്ട്രിംഗ് ഓർ നോട്ട്. അത് സൂപ്പർ സ്ട്രിംഗ് ആണോ അല്ലയോ എന്ന് പറയും. ആ സൂപ്പർ സ്ട്രിംഗ് ആകുന്നത് എങ്ങനെയാ? ഇഫ് ദ നമ്പർ ഓഫ് അപ്പർ കേസ് ലെറ്റേഴ്സ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ലോവർ കേസ് ലെറ്റേഴ്സ്. അതിനകത്തുള്ള അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് ലെറ്റേഴ്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ സൂപ്പർ സ്ട്രിംഗ് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ നമ്മൾ വേഗം മനസ്സിലാക്കി ആൻസർ എഴുതണം. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ പ്രോഗ്രാമിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ് വാക്ക് അല്ലെ. അതില് നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുന്നത് C1, O2, I3, T4, N5 അല്ലെ, അപ്പർ കേസ് 5. ഇനി നമുക്ക് ചെറിയ ലെറ്റേഴ്സ്, ലോവർ കേസ് ലെറ്റേഴ്സ് ഒന്ന് നോക്കാം. M അപ്പൊ 2I, അടുത്ത M T കഴിഞ്ഞുള്ളത്, പിന്നെ E അവസാനത്തെ T, ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ 5 അല്ലെ. ഇവിടെ 5ഉം 5ഉം ഒരുപോലെയാണ്, ഒരുപോലെ അപ്പർ കേസ് ലോവർ കേസും ഉണ്ട്. അതുകൊണ്ട് അതൊരു സൂപ്പർ സ്ട്രിംഗ്. ഇനി നമുക്ക് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ സ്കാനർ വെച്ച് ഇൻപുട്ട് എടുത്തു, എൻ്റർ ദ സ്ട്രിംഗ്. എന്നിട്ട് ആ സ്ട്രിംഗ് എസ് അപ്പർ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് 0 ആക്കി, ലോവർ 0 ആക്കി. ഫോർ ലൂപ്പ്. ഇതില് ഈ എസ് ഡോട്ട് ക്യാരക്ടർ അറ്റ് ഐ, അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ അരയത്. അതിനകത്ത് ഓരോ എലമെന്റും എടുത്തിട്ട് CHൽ സ്റ്റോർ ചെയ്യും. അപ്പൊ ആ ഫോർ ലൂപ്പിൽ ഓരോ എലമെന്റും എടുക്കും. അത് ക്യാരക്ടർ CH ഈസിക്വൽ ടു എസ് ഡോട്ട് ക്യാരക്ടർ അറ്റ് ഐ ഉള്ളത് കൊണ്ട് ആ CHൽ സ്റ്റോർ ചെയ്യും അത്. എന്നിട്ട് ആ CH അപ്പർ ആണോ ലോവർ ആണോ, അപ്പർ ആണെങ്കിൽ അപ്പറിന്റെ അപ്പർ ഇൻക്രിമെന്റ് ചെയ്യും, ലോവർ ആണെങ്കിൽ ലോവർ ഇൻക്രിമെന്റ്. എന്നിട്ട് അത് ചെക്ക് ചെയ്യും. അപ്പറും ലോവറും 2 വേരിയബിൾ നെയിമാണ്. നമ്മൾ അതിനകത്ത് ഒരു വേറെ പ്രത്യേകിച്ച്, ഇതെല്ലാം വേരിയബിൾ നെയിംസ്, അപ്പർ ലോവർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇതിനകത്ത് വേറെ മീനിങ് ഒന്നും കാണേണ്ട. നമ്മളുടെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾ നെയിം കൊടുക്കണം എന്നല്ലേ. അപ്പൊ അത് ലോജിക്ക് വായിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം അപ്പർ കൂട്ടുന്നതുകൊണ്ട് അതിന് അപ്പുറന്ന് പേര് കൊടുക്കും, ലോവർ കൂട്ടുന്നതുകൊണ്ട് ലോവറിന് പേര് കൊടുക്കും അല്ലേ. അപ്പൊ അതാണ് കാര്യം. എന്നിട്ട്
അത് അപ്പർ ആണ് ഈക്വൽ ടു ലോവർ ആണോ എന്ന് നോക്കി അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ സൂപ്പർ സ്ട്രിംഗ് ആന്ന് പറയും, അല്ലെങ്കിൽ സൂപ്പർ സ്ട്രിംഗ് അല്ല എന്ന് പറയും. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യുന്നതാണ് നല്ലത് ഫോൺ വിളിക്കുന്നതിനെക്കാട്ടി. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് വേണം എന്നുള്ളത് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൾ ഫോർ ലിസണിങ്. നിർത്തുക.